Hello, Makale. Welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channel-ലേക്ക് സ്വാഗതം. It's me, Lauren Davis, your physics master teacher. മക്കളെ, അപ്പം നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ക്രിസ്മസ് എക്സാം ബേസ്ഡ് ആയിട്ട് ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആർക്കെങ്കിലും ഫ്ലൂയിഡ്സിന്റെ വൺ ഷോട്ട് വേണം മിസ്, അല്ലെങ്കിൽ എനിക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. ഇനി അതല്ല, എൻ്റെ ഒരുവിധം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് കുറച്ചൊക്കെ എനിക്ക് അറിയാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാം. എനിക്കിനി വേണ്ടത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ പെട്ടെന്ന് വളരെ ക്വിക്ക് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വളരെ ക്വിക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റിവൈസ് ചെയ്യാൻ പോവാണ്. സോ മക്കളെ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് 3 പാർട്ടാണ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, പ്രോപ്പർട്ടീസ്, ഇങ്ങനെ 3 സ്പ്ലിറ്റിംഗ് ആണ് വരുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ട് നമ്മുടെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് നിശ്ചലമായിട്ടുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് മാത്രമല്ല, ബാക്കി എല്ലാ നമ്മുടെ +1 എല്ലാ ലെക്ചേഴ്സും നിങ്ങൾക്ക് ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ ചാനലിൽ എന്താ പറയുക, ഇതുവരെയും വിസിറ്റ് ചെയ്യാത്തവർ വേഗം പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. പ്ലേലിസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് സബ്ജക്റ്റുകളുടെ +1 +2 സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ 10 days ചാലഞ്ച്, നിങ്ങൾ അതിന്റെ ഭാഗമാവുക, നല്ല മാർക്ക് ക്രിസ്മസ് എക്സാമിന് വാങ്ങാം. ഓക്കെ അല്ലടാ? സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് നമ്മൾ തുടങ്ങി. ഫസ്റ്റ് വൺ പ്രഷർ ആണ്. അപ്പം എന്താണ് പ്രഷർ എന്ന് പറയുന്നത്? യെസ്, അതായത് നമ്മളൊരു ഫ്ലൂയിഡ് ഒരു എന്തെങ്കിലും ഒരു സർഫസ്, ഓക്കെ അല്ലെ, ആ സർഫസിലോട്ട് കൊടുക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ട്, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? യെസ്, പ്രഷർ എന്ന് പറയുന്നത്. ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഓക്കെ അല്ലെ, ആ ഫോഴ്സിന്, അതായത് ഇങ്ങനെ നോർമൽ ആയിട്ട് ആ സർഫസിൽ വന്ന് എന്താ പറയുക അപ്ലൈഡ് ആവുന്ന ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ത്രസ്റ്റ് ഫോഴ്സ്. അപ്പൊ ത്രസ്റ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. സോ അതാണ് പ്രഷറിന്റെ ഡെഫിനിഷൻ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് F/A, which is equal to, this is average pressure. ഓക്കെ അല്ലടാ? യെസ്, അതിന്റെ SI യൂണിറ്റ് വരുന്നത് Newton/m², ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം പാസ്കൽ ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ പാസ്കൽസ് ലോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ പാസ്കൽസ് ലോനെ ഞാൻ 3 ഭാഗങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ കാര്യത്തിൽ എന്താ പറയുന്നത്? അതായത് ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഓക്കെ അല്ലെ? അപ്പം ഈ പാർട്ടിക്കിൾ എക്സിബിറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലോട്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എല്ലാ ഡയറക്ഷനിലോട്ടും സെയിം ആയിരിക്കും. അല്ലാതെ ഈ ഡയറക്ഷനിലോട്ട് മാത്രം ഇത്രയും, അടുത്ത ഡയറക്ഷനിലോട്ട് മാത്രം ഇത്രയും ഒന്നുമില്ല. എല്ലാ ഡയറക്ഷനിലോട്ടും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് കേട്ടോ, അതായത് നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഏത് പോയിന്റിൽ നിന്നുമുള്ള പ്രഷർ ഈക്വൽ ആയിട്ടായിരിക്കും എല്ലാ ഡയറക്ഷനിലോട്ടും കിട്ടുന്നത്. ഇനി പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ് സെയിം അറ്റ് ഓൾ പാർട്സ് ഇഫ് ദേ ആർ സെയിം ഹൈറ്റ്. അതായത് സെയിം ഹൈറ്റിലുള്ള, ഇപ്പൊ ഞാൻ എടുക്കുവാണ് എച്ച് ഹൈറ്റിൽ ഞാൻ എടുക്കുന്ന എല്ലാ പോയിന്റ്സിന്റെയും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ അല്ലെ? ഇനി ഞാൻ അടുത്തത് എടുത്തു H1 ഹൈറ്റിൽ ഇരിക്കുന്ന എല്ലാ പാർട്ടിക്കിൾസിന്റെയും പ്രഷർ സെയിം ആയിരിക്കും. ഓക്കെ അല്ലെ? യെസ്. ഇനി അടുത്തത് ദ ചേഞ്ച് ഇൻ പ്രഷർ അപ്ലൈഡ് ടു കൺഫേംഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പാസ്കൽസ് ലോ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പം പറഞ്ഞ പാസ്കൽസ് ലോ എന്ന് പറയുന്നത് ഇതാണ്. സോ പി എന്ന് പറയുന്ന പ്രഷർ ആണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എക്സേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫൈൻഡ് ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, കൺഫൈൻഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് എന്നുള്ള ഒരു മീനിങ്ങേ ഉള്ളൂ. സോ പാസ്കൽസ് ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകളെല്ലാം എന്തായാലും ഉണ്ടായിരിക്കണം. കൺഫൈൻഡ്, ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് അല്ലെ? നമ്മുടെ ലിക്വിഡിനെ നമുക്ക് കംപ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു പരിധി വരെ. പക്ഷെ എയറിനെ ആണെങ്കിലോ നമുക്ക് കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ലിക്വിഡ് പോലെ ആയിരിക്കണം. ആൻഡ് അത് കൺഫൈൻഡ് ആയിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം. ആൻഡ് ആ ക്ലോസ്ഡ് കൺഫൈൻഡ് ആ ഒരു കണ്ടെയ്നറിലോട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ പ്രഷർ പി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കടാ? യെസ്, ത്രൂ ഔട്ട് ആ ഒരു ഫ്ലൂയിഡിലെ എല്ലാ പാർട്ടിക്കിൾസിലോട്ടും, ആ ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടെയ്നറിന്റെ വാൾസിലോട്ടും ഈക്വൽ ആയിട്ട് പി ആണ് പ്രഷർ കൊടുക്കുന്നതെങ്കിൽ ഈക്വൽ ആയിട്ട് അത് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള, കൺഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ പി കൊടുത്തു. അപ്പം ഇവിടെ നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു എ, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു ബി, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു സി. ഓക്കെ അല്ലെ? സോ ഇവിടെ ഞാൻ പറയുന്നത് എക്കും ബിക്കും സിക്കും കിട്ടുന്നത് പി തന്നെയാണ്. അല്ലാതെ ഇവിടെ കുറച്ച് പ്രഷർ കൊടുത്തുപോയി, അതുകൊണ്ട് ഇവിടെ പി ടോട്ടൽ പി ആയിരുന്നില്ലേ, അപ്പം ഇവിടെ കിട്ടിയ പ്രഷർ പി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി മൈനസ് പി എ ആയിരിക്കും ഇവിടെ. അല്ല, ഇവിടെ എന്ത് തന്നെ ഉണ്ടെങ്കിലും ഒട്ടും കുറയാതെ തന്നെ എല്ലാ പോയിന്റ്സിലോട്ടും എന്ത് കിട്ടും? പി എന്ന് പറയുന്ന പ്രഷർ, അതായത് എക്സ്റ്റേണൽ പ്രഷർ ഈക്വൽ ആയിട്ട് എല്ലാ പാർട്ടിക്കിൾസിലോട്ടും കിട്ടും. ആൻഡ് ഓൾസോ ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടെയ്നറിന്റെ വാൾസിലോട്ടും ഇത് കിട്ടും. ക്ലിയർ? യെസ്. അടുത്താണ് പാസ്കൽസ് ലോ. നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതാം. എന്താണ്? എൻക്ലോസ്ഡ് അല്ലെങ്കിൽ കൺഫൈൻഡ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം കേട്ടോ. കൺഫൈൻഡ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ, അല്ലെങ്കിൽ അല്ല, എൻക്ലോസ്ഡ് ഓർ കൺഫൈൻഡ്, അല്ലെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ അത് ഒന്ന് സ്പെസിഫൈഡ് ആയിരിക്കണം. ഇൻകംപ്രസിബിൾ എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? എക്സസ് പ്രഷർ അവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ്ലി, അല്ലെ? ഈ എക്സ്റ്റേണൽ പ്രഷർ
ഒട്ടും കുറയാതെ തന്നെ എവറി പോർഷൻ ഓഫ് ദ ഫ്ലൂയിഡ്, അതായത് ആ ഫ്ലൂയിഡിലുള്ള എല്ലാ ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിളിലോട്ടും എന്ത് ചെയ്യും, കിട്ടും. ആൻഡ് ഓൾസോ എങ്ങോട്ടും കൂടെ കിട്ടും, വാൾസ് ഓഫ് ദി കണ്ടെയ്നിങ് വെസൽ, ആ ഫ്ലൂയിഡ് ഫിൽ ചെയ്തിട്ടുള്ള ആ കണ്ടെയ്നറിലോട്ടും എന്ത് ചെയ്യും, അത്രയും പ്രഷർ കിട്ടും. ക്ലിയർ അല്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻസിൽ വരുന്നതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ്, പമ്പ്സ്, എക്സെട്ര എക്സെട്ര. ഓക്കെ അല്ലേ? യെസ്. ഇനി വാരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ വാരിയേഷൻ ഓഫ് പ്രഷർ അറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 പോയിന്റ്സ്, അതായത് നോക്കിക്കേ, ഒരു കണ്ടെയ്നർ എടുത്തു. ആ കണ്ടെയ്നർ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ അല്ലേ? ഇത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. സോ ഇതിന്റെ ഈ ഒരു ലെവൽ വരെയും വാട്ടർ ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ഒരു ലെവൽ വരെയും വാട്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, പ്രഷർ ഇവിടെ അപ്ലൈഡ് ആണ് അല്ലെ? ഇവിടെ ഉള്ള പ്രഷർ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് അറ്റ്മോസ്ഫെറിക് പ്രഷർ അല്ലെ? അറ്റ്മോസ്ഫെറിക് പ്രഷർ ആണ്. അതായത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫെറിക് പ്രഷർ ആയിരിക്കും ആ സർഫസിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലടാ? അങ്ങനെയാണെങ്കിൽ ഞാൻ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യുകയാണ്. ഒന്ന് സർഫസിന്റെ മുകളിലും ഒന്ന് ഒരു എച്ച് ഹൈറ്റ് താഴെയും. ഓക്കെ അല്ലേ? 2 പോയിന്റ്സ് കൺസിഡർ ചെയ്തു. ഒന്നാമത്തെ പോയിന്റ് അറ്റ് സർഫസ്, ഓക്കെ, ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സർഫസിൽ നിന്നും എച്ച് ഹൈറ്റ് താഴെ. ഓക്കെ അല്ലേ? അങ്ങനെ ഞാൻ 2 പോയിന്റ്സിന് ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയേണ്ടത്, ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കും, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയേണ്ടത് ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്രത്തോളം പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ അല്ലേ? ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്രത്തോളം പ്രഷർ എക്സേർട്ട് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേടാ. സോറി. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഇവിടെ ഓൾറെഡി ഈ സർഫസിൽ എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, അറ്റ്മോസ്ഫെറിക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ പ്രഷർ എന്ത് ചെയ്യും, യെസ്, ബിക്ക് കിട്ടും, ഒരു സംശയമില്ല. ഇനി ബിക്ക് അത് മാത്രമാണോ കിട്ടുക? അല്ല. ഈ ഒരു ഫ്ലൂയിഡ് കോളം ഉണ്ടല്ലോ, അതായത് ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഈ ഒരു ഫ്ലൂയിഡ് കോളം ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡ് കോളമിന്റെ അത്രയും പ്രഷർ, ആ ഫ്ലൂയിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന അത്രയും പ്രഷറും കൂടെ എവിടെ കിട്ടും, ബി എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടും. സോ ബിയിലെ പ്രഷർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, അല്ലെങ്കിൽ ഇവിടെ P2 എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ P2 നടക്കാം. P2 നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ഓഫ്കോഴ്സ് അറ്റ്മോസ്ഫെറിക് പ്രഷർ, അത് നമ്മളിപ്പോൾ പാസ്കൽസ് ലോ അനുസരിച്ച് നമ്മൾ പറഞ്ഞു. പ്ലസ് ഈ ഒരു ഫ്ലൂയിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പ്രഷറാണ് ഗേജ് പ്രഷർ. ഓക്കെ, ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഈ ഒരു ഫ്ലൂയിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഗേജ് പ്രഷർ. അപ്പം ഗേജ് പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഡെഫിനറ്റ്ലി ഇതിന്റെ വെയിറ്റ് ആയിരിക്കുമല്ലോ ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ ഒരു വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ്, ഓക്കെ, ഈ ഫ്ലൂയിഡിന്റെ വെയിറ്റ് ഇൻ യൂണിറ്റ് ഏരിയ ആയിരിക്കുമല്ലോ, കാരണം ഇതെന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എം ജി അല്ലേ ഈ പറയുന്ന ഗേജ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഞാൻ എം ജി പെർ യൂണിറ്റ് ഏരിയ, ഓക്കെ, എം ജി അതായത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ ഹിയർ ഇറ്റ് ഇസ് എം ജി. അങ്ങനെയാണെങ്കിൽ ഈ മാസിനെ ഞാൻ ഡെൻസിറ്റിയുടെ ടേമിലോട്ട് മാറ്റുവാണ്. ഡെൻസിറ്റിയുടെ ടേമിലോട്ട് മാറ്റുമ്പോഴത്തേനും എനിക്ക് എന്താണ് കിട്ടുന്നത്? യെസ്, നമുക്കറിയാം ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് മാസ് എന്ന് പറയുന്നത്. ഡെൻസിറ്റി അങ്ങനെ തന്നെ ഉണ്ട്. വോളിയം എങ്ങനെയാണ് വരിക? വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ ഇൻറ്റു ലെങ്ത് ഞാൻ ഇവിടെ എന്താ എടുക്കുന്നത്? ഈ ഫ്ലൂയിഡ് കോളം അല്ലേ? ഈ ഫ്ലൂയിഡ് കോളത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് എന്തായിട്ട് എടുക്കാം? എച്ച് ആയിട്ട് എടുക്കാം. സോ ഞാൻ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. റോ എ എച്ച് ജി ഡിവൈഡഡ് ബൈ എ മെയിൻ ക്യാൻസൽ ആയിപ്പോ എനിക്ക് കിട്ടി എച്ച് റോ ജി. അതായത് എനിക്ക് കിട്ടി ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? റോ ജി എച്ച് എന്ന് കിട്ടി. ക്ലിയർ ആയില്ലോടാ? സോ പ്രഷർ അറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എച്ച് ഹൈറ്റ് താഴെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒരു എച്ച് ഡിസ്റ്റൻസ് താഴെയാണ് വാട്ടർ സർഫസിൽ നിന്ന് ഇരിക്കുന്നതെങ്കിൽ അവിടെ രണ്ട് ടൈപ്പ് പ്രഷർ ആണ് ഫീൽ ചെയ്യുന്നത്. ഒന്ന് അത് അറ്റ്മോസ്ഫിയറുമായിട്ട് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫെറിക് പ്രഷർ. ഇനി അറ്റ്മോസ്ഫെറിക് പ്രഷർ ഇല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. അതായത് ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ ഈ അറ്റ്മോസ്ഫെറിക് പ്രഷറിന്റെ ടേം ഉണ്ടാവില്ല. ഇനി അതേപോലെ തന്നെ അത്രയും പോയിന്റ് വരെയുള്ള ആ ഫ്ലൂയിഡ് കോളമിന്റെയും എന്തെയും പ്രഷർ അവിടെ എക്സേർട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ അറിയേണ്ടത്. സോ ആ സി എന്ന് പറയുന്ന പോയിന്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് കോളം. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയായിരിക്കും, ഇത്രയും ആയിരിക്കും ഇതിന്റെ ഹൈറ്റ്. ഇപ്പൊ ലെറ്റ്സ് H1 ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡ് കോളം ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? ദാറ്റ് ഈസ് H1 റോ ജി അല്ലേ? യെസ്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, അറ്റ്മോസ്ഫിയറുമായിട്ട് ഈ സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു കണ്ടെയ്നർ ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തും കൂടെ വരും, ടോട്ടൽ പ്രഷർ പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? അറ്റ്മോസ്ഫെറിക് പ്രഷറും കൂടെ ആഡ് ചെയ്ത് പറയണം. ക്ലിയർ അല്ലടാ? യെസ്. അടുത്തത് atmospheric pressure and gauge pressure. The pressure of the atmosphere at any point is equal to the weight of the column of air of unit cross-sectional area extending from that point to the top of the atmosphere. Okay അല്ലേ? And sea level atmospheric pressure ന്റെ value എന്ന് പറയുന്നത് 1.013 into 10 to the power 5 Pascal ആണ്. നെക്സ്റ്റ് വൺ മാനോമീറ്റർ ആണ്. നമ്മൾ പ്രഷർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബാരോമീറ്റർ കാണാം. ബാരോമീറ്റർ അറ്റ്മോസ്ഫെറിക് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഹിയർ ഇറ്റ് ഇസ് മാനോമീറ്റർ. അതായത് നമുക്കൊരു ഗ്യാസ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ
എന്താ പറയുക പ്രഷർ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ് ഇൻസൈഡ് എ കണ്ടെയ്നർ. ഓക്കെ അല്ലെ, പ്രഷർ ഇൻസൈഡ് എ കണ്ടെയ്നർ. ഒരു കണ്ടെയ്നറിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിന്റെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ മാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു യു ഷേപ്ഡ് ഡിവൈസ് ആണ്. ആൻഡ് അതിനുള്ളിൽ എന്താണോ ഉള്ളത്, ഇതിന്റെ ഉള്ളിലാണുള്ളത് മെർക്കുറി. ഓക്കെ അല്ലെ, മെർക്കുറി ഉണ്ട്. സോ ഇവിടെ നമുക്കറിയാം രണ്ടും ഓപ്പൺ ആണ് അല്ലെ, രണ്ടിന്റെ ഈ യൂട്യൂബിന്റെ രണ്ട് ഭാഗവും ഓപ്പൺ ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക, യെസ് നമ്മൾ ഈ ഏത് ഫ്ലൂയിഡിന്റെ ആണോ അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിന്റെ ഇരിക്കുന്ന ഫ്ലൂയിഡിന്റെ ആണോ നമുക്ക് പ്രഷർ അറിയേണ്ടത്, നമ്മൾ എന്ത് ചെയ്യും, ആ ഭാഗം ഇതിനോട് യോജിപ്പിക്കും. ഓക്കെ അല്ലെ, ആ ഭാഗം നമ്മൾ ഇതിനോട് യോജിപ്പിക്കും. ദാറ്റ് മീൻസ് ഈ സൈഡ് എന്തായി, ക്ലോസ്ഡ് ആയി. ആ ക്ലോസ്ഡ് എന്താ പറയുക, ക്ലോസ്ഡ് സൈഡിൽ എക്സേർട്ട് ആവുന്ന പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, യെസ് അത് ഈ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആയിരിക്കും. ഓക്കെ അല്ലെ, ആൻഡ് ദിസ് സൈഡ് ഇസ് ഓൾവേസ് എന്താടാ, ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അപ്പം ഇവിടെ എത്രത്തോളം പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം പ്രഷർ തന്നെ ഇവിടെയും വരും. യെസ്, എ എന്ന് പറയുന്ന പോയിന്റിൽ, അതായത് ഈ ഒരു പോയിന്റിൽ വരും അല്ലെ. ഈ പോയിന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രഷർ വരുന്നതിന്റെ ഭാഗമായിട്ട് ഇതെന്ത് ചെയ്യും, ഡിസ്പ്ലേസ്ഡ് ആവും താഴത്തോട്ട്. ഓക്കെ അല്ലെ, ഡിസ്പ്ലേസ്ഡ് ആവും. അങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് വന്ന ഫ്ലൂയിഡ് ഇത് യു ഷേപ്പ് അല്ലേ, അപ്പം ഇവിടെ നിന്ന് താഴത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്തായിട്ട് വരും, മുകളിലോട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എച്ച് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ ആ എച്ച് ഡിസ്റ്റൻസ് തന്നെ ഇവിടെ എന്താവും, മുകളിലോട്ടും പോകും. ക്ലിയർ ആയല്ലോ. സോ വൺസ് നമ്മുടെ ഈ പറയുന്ന ഗ്യാസ് കണ്ടെയ്നർ ഉണ്ട്, ആ കണ്ടെയ്നറിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് മാറ്റി ഈ ഒരു യൂട്യൂബ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ സൈഡിൽ കണക്ട് ചെയ്ത ഭാഗത്തോട് കൂടെ എന്താ പറയുക, ഈ ഗ്യാസ് ആയിരിക്കും അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിന്റെ പ്രഷർ ആയിരിക്കും എക്സേർട്ട് ആവാൻ പോകുന്നത്. ഓക്കെ അല്ലെ, ആൻഡ് ഈ പ്രഷർ എക്സേർട്ട് ആയിട്ടുണ്ടെങ്കിൽ, ഓക്കെ വൺസ് ഈ ഒരു പ്രഷർ എക്സേർട്ട് ആയി, ദെൻ എന്താണ് സംഭവിക്കുന്നത്, യെസ് ഇവിടെ ഈ പ്രഷറിന്റെ ഭാഗമായിട്ടുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അതേ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യും, മുകളിലോട്ട് ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് പോയിന്റ് എയിലെ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന പോയിന്റിലെ പ്രഷർ കണ്ടുപിടിച്ചാൽ പോരെ. കാരണം നമുക്കറിയാം സെയിം ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ സെയിം പ്രഷർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്രയാണോ പ്രഷർ അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്, എയിലെ പ്രഷറും. അപ്പൊ ഞാൻ പി ബി കണ്ടുപിടിക്കാൻ പോവാണ്. സോ അത് അറ്റ്മോസ്ഫിയറുമായിട്ട് ഓപ്പൺ ആണ്. സോ PATM പ്ലസ് ഇനി എന്താ ഉള്ളത്, ഈ ഒരു ലിക്വിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അല്ലെ, ഈ ഒരു ലിക്വിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് അത് ഹൈറ്റ് h ആണ്, റോ ഇൻടു ജി. സോ PB എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു PA എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റും. ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് PATM പ്ലസ് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ഫ്ലൂയിഡ് കോളമിന്റെ പ്രഷർ അല്ലെങ്കിൽ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പാസ്കൽസ് ലോഡ് അപ്ലിക്കേഷൻ ആയിട്ടുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ചോദ്യം വരും, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഫിഗർ വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട്. 2 മാർക്സിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. സോ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേടാ, 2 ഓപ്പണിങ്സ് ആ ഉള്ളത് അല്ലെ. ഒരു ഓപ്പണിംഗ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ചെറുതാണ്, മറ്റത് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വലുതുമാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു F1 പ്രഷർ നമ്മൾ ഇവിടെ എക്സേർട്ട് ചെയ്തു. ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A1 ആണ്. ആൻഡ് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ ഏരിയ A1 ആണ്, ഇവിടുത്തെ ഏരിയ A2 ആണ്. ആൻഡ് A1 എന്ന് പറയുന്നത് വളരെ ചെറുതാണ് A2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ. ഓഫ് കോഴ്സ് മനസ്സിലായല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F1 ഫോഴ്സ് ചെറിയ ഏരിയ ആയിട്ടുള്ള A1 നമ്മൾ എക്സേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് നിങ്ങൾക്ക് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ എഴുതാം ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാസ്കൽ ലോ ആണ്. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഈ ഒരു കാര്യം എഴുതാം, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, പാസ്കൽസ് ലോ ആണ്. ഓക്കെ, പാസ്കൽസ് ലോ എന്താണെന്ന് എഴുതി വെക്കാം. ക്ലിയർ ആയില്ലോടാ. ആൻഡ് ഈ ഒരു F1 ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്തു. സോറി F1 എന്ന് പറഞ്ഞ ഫോഴ്സ് A1 എന്ന് പറയുന്ന ഏരിയയിൽ ആക്ട് ചെയ്തു. ദാറ്റ് മീൻസ് യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്ത എന്താണ്, F1/A1 ആണ്. ദാറ്റ് മീൻസ് P1 എന്ന് പറയുന്ന ഒരു പ്രഷർ ഇവിടെ എക്സേർട്ട് ആയി. ഓക്കെ അല്ലെ. സോ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ നമുക്കറിയാം ഈ P1 എന്ന് പറയുന്ന എക്സ്റ്റേണൽ പ്രഷർ ഒട്ടും കുറയാതെ കംപ്ലീറ്റ് ആയിട്ട് ആ ഫ്ലൂയിഡിലോട്ട് കിട്ടും. ഓക്കെ അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ P പ്രഷർ എന്ത് ചെയ്യും, ഇവിടെ വരെയും, അതായത് നമ്മുടെ സെക്കൻഡ് പിസ്റ്റന്റെ അവിടേക്ക് എത്തിച്ചേരും. ഓക്കെ അല്ലെ. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, F2 ഫോഴ്സും അവിടുത്തെ ഏരിയ A2 ഫോഴ്സും ആണ്. അപ്പൊ എനിക്കറിയാം ഇവിടെ നിന്ന് P1 ആണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ള P2 എന്ന് പറയുന്ന ഫോഴ്സ് എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും, P1 ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ കോമൺ ആയിട്ട് എഴുതി P. അങ്ങനെയാണെങ്കിൽ P is equal to എന്താണ്, F2/A2 അല്ലെ. P1 എനിക്ക് ഓൾറെഡി അറിയാം എന്തായിരുന്നു, ദാറ്റ് ഇസ് F1/A1. അതും നമ്മൾ പറഞ്ഞ എന്താണ്, P ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം F2/A2 which is equal to F1/A1. സോ എന്തിനാണ് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് എടുക്കുന്നത്, എന്തിനാണ് അതിന്റെ പർപ്പസ് എന്താണ്? യെസ്, നമുക്ക് വലിയൊരു ലോഡ് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യെസ് നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കണം അല്ലെ. പക്ഷെ ഈ ഒരു സെറ്റപ്പ് ആണെങ്കിൽ, ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഫോഴ്സ് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ വളരെ ഉയരത്തിൽ കൊണ്ടുവരാനായിട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ അല്ലെ? അപ്പം ലെറ്റ്സ് സേ നമുക്കിപ്പം F2 അറിയാം, അതായത് എത്രത്തോളം ലോഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന വണ്ടിയുടെ വെയിറ്റ് എത്രയാണ് നമുക്ക് ഏറെക്കുറെ അറിയാം. സോ F2 നമുക്കറിയാം. ഇനി അടുത്തത് ഈ ഒരു പിസ്റ്റന്റെ ഏരിയ നമുക്കറിയാം, A2 അറിയാം. ഇനി ഇവിടത്തെ ഈ ഒരു പിസ്റ്റന്റെ ഏരിയ നമുക്കറിയാം A1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഫോഴ്സ് കൊടുത്താലാണ് ഇത്രയും വെയിറ്റ് വരുന്ന അല്ലെങ്കിൽ F2 വെയിറ്റ് വരുന്ന ഈ ഒരു സംഭവത്തിന് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ലടാ. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ F1 which is equal to F2 by A2 into A1 എന്ന് പറയുന്ന ഇക്വേഷൻ. ക്ലിയർ ആയില്ലോടാ? സോ ഇതാണ് നമ്മുടെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഹൈഡ്രോളിക് ലിഫ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കാം. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് ഒരു ചോദ്യം കൂടെ പ്രതീക്ഷിക്കാം. എന്താണ്? യെസ്, ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ, അതായത് ഇത്രയും ലോഡ് എന്റെ കയ്യിലുണ്ട്, ഇത് പൊക്കാനായിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ഫോഴ്സ് എത്രയാണ് എന്നുള്ളതും ചോദ്യം വരാം. സോ അങ്ങനെയായിരിക്കും ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇതേപോലെ ഞാൻ പറഞ്ഞ അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ 2019 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ആഡ് ചെയ്തേക്കുവാണ്. 2 syringes of different cross section filled with water are connected with a tightly fitted rubber tube filled with water. Diameter of the smaller piston and larger piston are 1 centimeter and 3 centimeter respectively. Find the force exerted on the larger piston when a force of 10 Newton is applied to the smaller piston. ഓക്കെ, സോ സിമ്പിൾ ആണ്. ഇവിടെയും എന്താണ്, ചെറിയ പിസ്റ്റൺ ഉണ്ട്, അതുപോലെ തന്നെ വലിയ പിസ്റ്റൺ ഉണ്ട്. ചെറിയ പിസ്റ്റന്റെ സെന്റിമീറ്റർ, അതായത് ആ പിസ്റ്റന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, 1 സെന്റിമീറ്റർ ആണ്. സോറി, ഡയമീറ്റർ വന്നിട്ടുള്ളത് 1 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഓൾസോ വലുതിന്റെയോ ദാറ്റ് ഇസ് 3 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇതിന്റെ ഡയമീറ്റർ തരുന്ന പിസ്റ്റൺ ആണ് അല്ലെ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? പൈ ആർ സ്ക്വയർ ആ. സോ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d/2 ആ. സോ എനിക്ക് എഴുതാം d1/2 the whole square. That means pi into d1 square divided by 4. അതേപോലെ d2 ന്റെ ഏരിയ which is equal to pi into d2/2 the whole square. So this will give pi into d2 square divided by 4. ക്ലിയർ അല്ലടാ? ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാലോ F1 which is equal to, ഇവിടെ നമ്മുടെ ചോദിച്ചിട്ടുള്ളത് F1 അല്ല F2 ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് വിൽ ബി ഇക്വേഷൻ എങ്ങനെയായിരിക്കും? F1 into A2 by A1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് A2 A1 നമ്മളിവിടെ കണ്ടുപിടിച്ചു. F1 ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 10 ന്യൂട്ടൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടത്തില്ലടാ. സിമ്പിൾ. നെക്സ്റ്റ് വൺ ഇസ് നമ്മൾ ഡൈനാമിക്സിലോട്ട്, ഫ്ലൂയിഡ് ഡൈനാമിക്സിലോട്ട് വന്നു. സ്ട്രീം ലൈൻ ഫ്ലോ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ഫ്ലോ. ഓക്കെ, ഇറ്റ് ഇസ് എ സ്റ്റഡി ഫ്ലോ ആണ്. എന്താണ് സ്റ്റഡി ഫ്ലോ എങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പൈപ്പ് തുറക്കുന്ന സമയത്ത് ധാരാളമായിട്ട് വെള്ളം വരില്ലേ, അതാണ് നമ്മുടെ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ ഇസ് ദ ടർബുലന്റ് ഫ്ലോ. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ അടുത്ത് മേ ബി ചോദിക്കാം, പ്രീവിയസ് ഇയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സ്റ്റഡി ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ട്. സോ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാവുന്നതേ ഉള്ളൂ. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വരുമ്പോൾ അതങ്ങനെ ധാരാളമായിട്ട് വീഴുന്നത്. ടർബുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പൈപ്പ് നമ്മൾ നല്ലപോലെ ഫുൾ ആയിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, സ്പ്രെഡ് ആവും അല്ലെ, വെള്ളം ഇങ്ങനെ ചീറ്റി പോകും. അതാണ് ടർബുലന്റ് ഫ്ലോ. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, ഇവിടെ ആണെങ്കിൽ ഈ ലെയറുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാവത്തില്ല, ഇവിടെ അത് ഉണ്ടാവും അല്ലെ, റാൻഡം ആയിട്ടാണ് പോകുന്നത്. അപ്പം എന്തായാലും എന്താ പറയുക, ഇതിന്റെ ലെയേഴ്സ് തമ്മിൽ എന്തുണ്ടാവും, ഫ്രിക്ഷൻ ഉണ്ടാവും. ആൻഡ് ഇവിടെ ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, എനർജി ലോസ് ഉണ്ടാവുന്നില്ല. ഇവിടെ ആണെങ്കിലും എനർജി ലോസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി സ്ട്രീം ലൈൻ ഫ്ലോന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലെറ്റ്സ് സേ ബി എന്ന് പറയുന്ന പോയിന്റ്, ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി എത്രയാണ്? VB ആണ്. സോ ഈ പറയുന്ന ഈ ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ വരുന്ന എല്ലാ ഫ്ലൂയിഡ്സും ഏത് വെലോസിറ്റി ആയിരിക്കും? VB വെലോസിറ്റി ആയിരിക്കും. അതായത് ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ് സ്ട്രീം ലൈൻ ഫ്ലോ ആണെങ്കിൽ, അവിടുത്തെ ഒരു പോയിന്റ് നമ്മൾ ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എല്ലാത്തിന്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത് ഫ്ലോ ചെയ്ത് സി എത്തി. സിയിലെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വെലോസിറ്റി എപ്പോഴും VC ആണ്. സോ സിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ VB-യിലൂടെ ഒക്കെ കടന്നു, അല്ലെങ്കിൽ ബി പോയിന്റിലൂടെ കടന്നു വന്ന ഈ സംഭവം ഉണ്ടല്ലോ, സി എത്തുമ്പോൾ അവിടുത്തെ വെലോസിറ്റി VC ആയിട്ട് മാറും. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, തൊട്ടടുത്തൊരു പോയിന്റ് ആണ് D. ഡിയിലെ വെലോസിറ്റി എന്ന് പറയുന്നത് VD ആണ്. സോ ഈ VC വെലോസിറ്റിയിൽ വരുന്നത് എപ്പോഴൊക്കെ, ഓക്കെ, അത് ഒരു പാർട്ടിക്കിൾ മാത്രമല്ല, ആ ഭാഗത്തൂടെ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിൾസും എന്ത് തന്നെയാണ്? യെസ്, എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള വെലോസിറ്റി ആയിരിക്കും കാണിക്കുക. ആ പോയിന്റിലെ വെലോസിറ്റി ആയിരിക്കും കാണിക്കുക. മേ ബി ഇതിന്റെ വെലോസിറ്റി തന്നെ ആയിരിക്കാം ഇവിടെ ഒരു എടുക്കുന്ന ഒരു പോയിന്റിലെയും വെലോസിറ്റി, പക്ഷെ അങ്ങനെ ആവണം ഒരു നിർബന്ധമില്ല. പക്ഷെ ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾവേസ് ദ സെയിം ആയിരിക്കും. അപ്പൊ ഓക്കെ, സ്ട്രീം ലൈൻ ഫ്ലോ നമ്മൾ പറഞ്ഞു. സോ ദെൻ പ്രോപ്പർട്ടീസ് പറയാണ്. സോ ഇവിടെ നമ്മൾ ഈ ഏതൊരു പോയിന്റിലും ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്ട്രീം ലൈൻ ഫ്ലോയിന്റെ ഏതൊരു പോയിന്റിലും ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? ആ പോയിന്റിലെ പെർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി നമുക്ക് കിട്ടും. ആൻഡ് 2 സ്ട്രീം ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യത്തില്ല. ഫ്ലൂയിഡ് വെലോസിറ്റി ഈസ് ഗ്രേറ്റർ വേർ സ്ട്രീം ലൈൻസ്. അതായത് ഈ സ്ട്രീം ലൈൻസ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എന്താണ്, അവിടെ വെലോസിറ്റി കൂടുതലാണ്. ആൻഡ് ഈ സ്ട്രീം ലൈൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലോ വെലോസിറ്റി കുറവാണ്.
ഓക്കെ അല്ലടാ. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഫ്ലൂയിഡ് വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ് ഓക്കെ അറ്റ് എനി പോയിന്റ് ഓഫ് ദി സ്ട്രീം ലൈൻ. ഓക്കെ അല്ലടാ, ഈ പോയിന്റില് സ്ട്രീം ലൈനിലുള്ള സ്പീഡ് സെയിം തന്നെ ആയിരിക്കും എന്തൊക്കെ ഉണ്ടെങ്കിലും. ബട്ട് ഇറ്റ് മേ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ്. അതായത് അപ്പുറത്തൊരു പോയിന്റ് എടുത്താൽ മേ ബി അത് ഡിഫറെന്റ് ആയിരിക്കും, ഇപ്പുറത്തൊരു പോയിന്റ് എടുത്താൽ മേ ബി ഡിഫറെന്റ് ആയിരിക്കും, ചിലപ്പോൾ രണ്ടും സെയിം ആകാനും വഴി. ഓക്കെ അല്ലേ, അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ദി സെയിം സ്ട്രീം ലൈൻ. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യെസ്, അതായത് ഇപ്പൊ നമ്മളിതാ എന്റെ കയ്യിൽ ഒരു പ്രത്യേക തരം പൈപ്പാണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലെ, അതിന്റെ ഏരിയ ദാ ഇവിടെ എത്തുമ്പോഴത്തേനും കൂടി. ഓക്കെ അല്ലെ, ഏരിയ ഇവിടെ എത്തുമ്പോഴത്തേനും കൂടി. സോ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഞാൻ A1 എന്ന് എടുത്തു, ഇവിടുത്തെ ഏരിയ ഞാൻ A2 എന്ന് എടുത്തു. ഓക്കെ അല്ലെ, ഇതാണ് നമ്മുടെ ഇൻലെറ്റ് കേട്ടോ, ഇൻലെറ്റ് ഇതാണ്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് എന്താ പറയാ ഫ്ലൂയിഡിനെ ഞാൻ ഇൻസേർട്ട് ചെയ്തു. സോ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ഫ്ലോ നടക്കും അല്ലെ. നമ്മൾ ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തത്, ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, എക്സ്റ്റേണലി നമ്മളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. സോ ഞാനൊരു V എമൗണ്ട് ഓഫ് വോളിയം അല്ലെങ്കിൽ വോളിയം V ഞാൻ എന്ത് ചെയ്തു, ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ അല്ലെ, ഇൻസേർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ പറയാണ് മാസ് M മാസ് ഉള്ള ഒരു ഫ്ലൂയിഡ് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്തു വിത്തിൻ ഡെൽറ്റ ടി ടൈം. ഓക്കെ അല്ലെ, ഡെൽറ്റ ടി ടൈം കൊണ്ട് ഞാൻ M മാസ് ഞാൻ എന്ത് ചെയ്തു, ഇതിലൂടെ കടത്തി വിട്ടു. അപ്പൊ തീർച്ചയായിട്ടും എന്തുണ്ടാവും, പുറത്തു കൂടെ ഈ M എന്ന് പറയുന്ന മാസ് ഈ ഡെൽറ്റ ടി ടൈം കൊണ്ട് പുറത്തേക്കും ചാടും. അങ്ങനെയാണെങ്കിൽ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഞാൻ കൺസിഡർ ചെയ്യുവാണ്, ഇൻലെറ്റ് ഔട്ട്ലെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും M ബൈ ഡെൽറ്റ ടി, അതേപോലെ തന്നെ ഇവിടെയും M ബൈ ഡെൽറ്റ ടി അല്ലേ. കാരണം എന്താണ്, ഇവിടെ എത്ര കൊടുത്തോ അത്രയും തന്നെ പുറത്തേക്ക് വരും. സോ M ബൈ ഡെൽറ്റ ടി, അതായത് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇനി M നെ തന്നെ നമുക്ക് എങ്ങനെ പറയാടാ, യെസ്, ഇവിടെ നമുക്ക് മാസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം എന്ന് എഴുതാം. സോ റോ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏത് ഫ്ലൂയിഡ് ആണോ കൊടുക്കുന്നത് അത് തന്നെയല്ലേ പുറത്തു പോകുന്നത്. സോ ദാറ്റ് മീൻസ് റോ എന്ന് പറയുന്നതിൽ വ്യത്യാസമില്ല. സോ ഞാൻ ഇവിടെ കൊടുക്കുന്ന മാസ് നോക്കിക്കേ, ഇവിടെ ഞാൻ റോ കൊടുത്തു, അതായത് അവിടെ ഡെൻസിറ്റിയിൽ മാറ്റം വരുന്നില്ല. ഇനി വോളിയം എങ്ങനെയാണ് പറയാ, വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A1 L1 ആയിരിക്കല്ലേ. സോ ഞാൻ കൊടുത്തു A1 L1. ഓക്കെ അല്ലേ. സോ ഇവിടെ ഞാൻ കൊടുക്കുവാണ് റോ A1 L1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ ആണെങ്കിലോ റോ A2 L2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ അല്ലടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ഈ L1 ബൈ ഡെൽറ്റ ടി, അതായത് അതൊരു ഡിസ്പ്ലേസ്മെന്റ് ആയി L1 എന്ന് പറയുന്നത് അല്ലെ. സോ L1 എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ എടുത്തേ. Okay, displacement ആയിട്ട് എടുത്തു. റോ cancel ആയിപ്പോയി. And this is also a displacement. So we can write it as A1 V1 which is equal to A2 V2. അല്ലേ, നമ്മൾ പറഞ്ഞു M by delta T is a constant. അപ്പോൾ നമുക്ക് ഇതിന് equivalent ആക്കിക്കൂടെ. So that means AV is equal to a constant. So here we can see that A is equal to a constant value into 1 by V. That means area increases, velocity decreases. Area കൂടുതലാണോ അവിടെ എന്തായിരിക്കും, velocity കുറവായിരിക്കും. ഇനി ആ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ചോദ്യമാണ്. എ റീജിയൻ ഓഫ് സ്ട്രീംലൈൻ ഫ്ലോ ഓഫ് എൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഇസ് ഷോൺ ഇൻ ദ ഫിഗർ ആസ് ദി ഫ്ലൂയിഡ് ഫ്ലോസ് ഫ്രം R to Q. ആറിൽ നിന്നും ക്യൂവിലോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും ഒന്ന് പറഞ്ഞേടാ. നമ്മളിപ്പം AV is equal to constant ആണെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി കുറയും. സോ R to Q എന്ന് പറയുമ്പോൾ ഏരിയ ഇവിടെ എന്താണ്, കുറഞ്ഞു വരുവാണ്. സോ ഏരിയ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെലോസിറ്റി ഇൻക്രീസസ് ആണ് ആൻസർ. ബൈ കൺസിഡറിംഗ് മാസ് കൺസർവേഷൻ ഇൻ ദ ഫ്ലൂയിഡ് ഫ്ലോ അറൈവ് അറ്റ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അത് നമ്മൾ ഓൾറെഡി ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെർണോളിസ് തിയറം. ചോദിക്കും മക്കളെ, ഡെറിവേഷൻ ഒരു സംശയം വേണ്ട കേട്ടോ. സോ ഹിയർ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു പോയിന്റ് 1 ഉണ്ട്, പോയിന്റ് 2 ഉണ്ട്. ഇതാണ് നമ്മുടെ ഇൻലെറ്റ്, ഇതാണ് ഔട്ട്ലെറ്റ്. സോ ഇവിടെ നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഒരു വർക്ക് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യത്തുള്ളൂ, യെസ്, ഇവിടെ നമുക്ക് വാട്ടറിന്റെ ഫ്ലോ നടപ്പാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്തുവാണ്, യെസ്, ഇത് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി അല്ലെ, മുകളിലോട്ടാണ് നമുക്ക് വെള്ളത്തിന് അല്ലെങ്കിൽ ഇതിനുള്ളത്. ഞാൻ വെള്ളം എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് വെള്ളം വായിൽ വരുള്ളൂ, പക്ഷെ ഉദ്ദേശിക്കുന്നത് ഫ്ലൂയിഡ് ആണ്. ഓക്കെ അല്ലടാ. സോ യെസ്, അപ്പൊ നമ്മൾ ഇതാ എന്താ പറഞ്ഞത്, ഇതിലൂടെ നമ്മുടെ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ് വരുവാണ്. ആ ഫ്ലൂയിഡിനെ നമ്മൾക്ക് മുകളിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഓക്കെ അല്ലെ. അങ്ങനെ ചെയ്യുന്ന വർക്കിനെ ഞാൻ എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ വർക്ക് എന്ന് പറയുന്നത് W1 എന്ന് ഞാൻ പറയുവാണ്. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നതാണെങ്കിൽ P1 ആണ്. ആൻഡ് ഇവിടുത്തെ നമ്മൾ കൊടുക്കുന്ന വോളിയം എന്ന് പറയുന്നത് V എന്ന് ഞാൻ കൊടുത്തു. സോ P1V. ക്ലിയർ അല്ലേ. ഇപ്പം എങ്ങനെയാ P1V എന്ന് വന്നത് നമുക്കറിയാലോ. വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഫോഴ്സ് ഇൻറ്റു, ഫോഴ്സിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, യെസ്, P by A എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ അല്ലേ. സോറി, P is equal to F by A. സോ അങ്ങനെയാണെങ്കിൽ F is equal to P into A അല്ലെ, P into A. സോ അങ്ങനെയാണെങ്കിൽ PA into D.
ഇവിടെ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വോളിയം. സോ അതാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ എനിക്ക് വർക്ക് ഡൺ കിട്ടി P1V. സോ നോക്കിക്കേടാ, ഇവിടെ V1 വെലോസിറ്റി ആയിരുന്നു. അതായത് നമ്മൾ എടുത്ത പോയിന്റ് 1 വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആയിരുന്നു. V2 വന്നപ്പോൾ തന്നെ വെലോസിറ്റി മാറ്റം വന്നു, അതായത് V2 ആയി. എന്തുകൊണ്ടാണ്? ഏരിയ മാറ്റം വന്നു അല്ലെ? അപ്പം തീർച്ചയായിട്ടും വെലോസിറ്റിയിൽ മാറ്റം വരും. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്തുണ്ടായി? ഒരു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടായി. കൈനറ്റിക് എനർജിയിൽ ഒരു ചേഞ്ച് വന്നു. ആൻഡ് ഓൾസോ അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾ നോക്കിക്കാൻ ഇവിടെ തുടക്കത്തിൽ അതായത് പോയിന്റ് 1 H1 ആയിരുന്നു ഹൈറ്റ്, പോയിന്റ് 2 ആയപ്പോഴത്തേനും H2 ഹൈറ്റ് ആയി. ദാറ്റ് മീൻസ് അവിടെ പൊട്ടൻഷ്യൽ എനർജിയിലും ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? പൊട്ടൻഷ്യൽ എനർജിയിലും ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ കൊടുത്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ടാണ് മാറിയത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ആൻഡ് ഓൾസോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് കാരണമായി. ആൻഡ് ഓൾസോ ഇവിടെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വർക്ക് ഡണ്ണും വരുന്നുണ്ട്. സോ W2. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുവാണ് W1 minus W2 which is equal to, okay, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. W1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P1V മൈനസ് P2V അല്ലെ? കാരണം വിയിൽ മാറ്റം വരും. W2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റം വരും. എന്തുകൊണ്ടാടാ? യെസ്, വോളിയം. ഇവിടെ എത്ര വോളിയം കൊടുത്തു അത് തന്നെയേ പുറത്തേക്ക് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഈ പോയിന്റിലൂടെയും പാസ് ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P2V കിട്ടി which is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് M ഇൻറ്റു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ. ഓക്കെ അല്ലടാ? V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ അല്ലെങ്കിൽ V2 സ്ക്വയർ മൈനസ് V1. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ? സോ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലോ mgH2 മൈനസ് H1. ക്ലിയർ അല്ലടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ V കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും P1 മൈനസ് P2 which is equal to, ഇനി എന്താണ് ഇവിടെ ഉള്ളത്? ഹാഫ് ഇൻറ്റു M ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്കൊരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ചെയ്തിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞിപ്പം വോളിയം ഞാൻ പുറത്തേക്ക് എടുത്തല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വോളിയത്തിന് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഹോൾ ഇക്വേഷനെ ഞാൻ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ അല്ലടാ? അങ്ങനെ ഞാൻ ഹോൾ ഇക്വേഷനെ ഞാൻ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കാം നമുക്ക്. ഈ ഒരു ഇക്വേഷൻ, അതായത് ഈ ഒരു ഭാഗത്തിന് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുറത്തേക്ക് എടുത്ത അല്ലെങ്കിൽ ഈ വോളിയം ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ആണെങ്കിലോ മാസ് ബൈ വോളിയം വരും, ഇവിടെ മാസ് ബൈ വോളിയം വരും. മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ആണ് അല്ലേ? സോ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം P1 minus P2 which is equal to half into rho into V2 square minus V1 square plus rho G H2 minus H1. ഇനി ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. P1 minus P2 which is equal to half into rho V2 square minus half rho into V1 square plus rho G H2 minus rho G H1. ഇനി ഞാൻ ഈ 1 വരുന്ന പോയിന്റ് 1ന്റെ എല്ലാ സംഭവത്തിനും ഞാൻ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാണ് കേട്ടോ. സോ നോക്കിക്കാൻ P1, ഇനി ഇവിടെ ഉള്ളത് മൈനസ് റോ V1 സ്ക്വയർ ആ. സോ അതിനിപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും. സോ ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V1 സ്ക്വയർ പ്ലസ് റോ GH2 വിച്ച് ഇസ് ഈക്വൽ ടു എന്താടാ? ഇവിടെ മൈനസ് P2 ആ, ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് P2 ആയി, പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2. ദിസ് മീൻസ് വാട്ട്? P plus half rho V square plus rho GH which is equal to a constant value. This is known as Bernoulli's principle. അതായത് ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഐഡിയൽ സൊല്യൂഷൻ, സോറി, ഐഡിയൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ that is incompressible and it is non-viscous and it exhibits steady flow. ഇങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡ്, ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡ് ഒഴുകാൻ നേരത്ത്, ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഒഴുകാൻ നേരത്ത് അതിന്റെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ എനർജിയിൽ എന്തുണ്ടാക്കും? പ്രഷർ എനർജി അല്ലെ? പ്രഷർ എനർജി ആൻഡ് കൈനറ്റിക് എനർജി അല്ലെ? ഹാഫ് റോ വി സ്ക്വയർ ആൻഡ് ദെൻ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഇസ് റോ GH which is a constant value അല്ലെ? സം ഓഫ് ദീസ് വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? which is a constant value and hence നമ്മുടെ സ്വന്തം ബെർണോളിസ് തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലടാ? ഇനി ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ നമ്മൾ അസംപ്ഷൻസ് എടുത്തത്, അതായത് ഇൻകംപ്രസിബിൾ ആയിരിക്കണം, നോൺ വിസ്കസ് ആയിരിക്കണം, സ്റ്റഡി ഫ്ലോ എക്സിബിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എനർജി ലോസ് ഉണ്ടാവാൻ പാടില്ല, അതേപോലെ തന്നെ ഈ കേസിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൺസിഡർ ചെയ്തിട്ടില്ല അല്ലേ? യെസ്. അടുത്താണ് സ്പീഡ് ഓഫ് ഇഫ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ജലപ്രവാഹത്തിന്റെ സ്പീഡാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അതിന്റെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്. ഓക്കെ, ആ ബീക്കർ ഉണ്ട്. അപ്പം ആ ബീക്കറിന്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സർഫസ് ഉണ്ട്, ദാറ്റ് ഇസ് A1 ആൻഡ് ദിസ് ഇസ് A2. ഓക്കെ, ദിസ് ഇസ് A1 ആൻഡ് ദിസ് ഇസ് A2.
ഓക്കെ, എന്തുകൊണ്ടാണ് അവിടെ ഏത് മാത്രം എഴുതിയെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം എന്താണ്, A1 എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ A2. സോ നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് A മാത്രം എടുത്താൽ മതി. A2വിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. കാരണം എന്താണ്, അതൊരു കുഞ്ഞു ഹോളാണ്. ഓക്കെ അല്ല, അതൊരു കുഞ്ഞു ഹോളാണ്. സോ A2 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. സോ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, A എന്ന് എടുത്താൽ മതി കേട്ടോ. ഓക്കെ അല്ല, അതുകൊണ്ടാണ് അവിടെ A വന്നത്. ഇനി അടുത്ത കാര്യമാണ് നമുക്ക് അറിയാവുന്നത്, അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ്, AV is equal to a constant value. സോ നോക്കിക്കേടാ, ഇവിടെ ഏരിയ മാക്സിമം, ദാറ്റ് മീൻസ് അവിടുത്തെ വെലോസിറ്റി വളരെ മിനിമം ആയിരിക്കും. സോ നമ്മൾ അവിടുത്തെ വെലോസിറ്റിയും കൺസിഡർ ചെയ്യത്തില്ല. പക്ഷേ A2 നോക്കിക്കാൻ A2 വളരെ മിനിമം ആണ്. അപ്പം എന്തായിരിക്കും, മാക്സിമം വെലോസിറ്റി ആയിരിക്കും. സോ ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യും. അതിന് നമ്മൾ എന്തെങ്കിലും ഡിനോട്ട് ചെയ്യത്തുള്ളൂ, V എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേ, അപ്പം എയും ബിയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഞാൻ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യാൻ പോവാം. ഓക്കെ, ഞാൻ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യാൻ പോവാണ്. സോ ദിസ് ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ H കേട്ടോ, H1 ആണ്. This one is okay, this is H1, this is H2, and this one is H1 minus H2. Okay അല്ലേ, ഈ റെഡ് ഡിസ്റ്റൻസ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. എവിടെ തുടങ്ങണ്ട, നമ്മൾ പോയിന്റ് 1, അതായത് നമ്മൾ ഫസ്റ്റ് അറ്റ് പോയിന്റ് 1 ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെ ഞാൻ കൺസിഡർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, വെലോസിറ്റിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അതായത് V1 വെലോസിറ്റി ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഏരിയ എന്ന് പറയുന്നത് വളരെ ലാർജും ആണ്. അപ്പം ആ പോയിന്റിൽ ഞാൻ ബെർണോളിസ് തിയറം ഞാൻ അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. സോ നോക്കിക്കാൻ അവിടെ ഉള്ള പ്രഷർ ഏതായിരിക്കും, യെസ് നമ്മുടെ അറ്റ്മോസ്ഫെറിക് പ്രഷർ ആണ് അല്ലേ, യെസ് അറ്റ്മോസ്ഫെറിക് പ്രഷർ പ്ലസ് അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വാല്യൂ, 0 ആയിരിക്കും. കാരണം അവിടെ എന്താണ്, വെലോസിറ്റി നമ്മൾ പറഞ്ഞു മിനിമം ആയിരിക്കും അല്ലേ. പ്ലസ് ഇനി എന്താ ഉള്ളത്, യെസ് അടുത്തതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ നിന്നും ഇത് എത്ര ഹൈറ്റ് അകലെയാണ്, H1 ഹൈറ്റ് അകലെയാണ്. സോ mgh1. ഓക്കെ അല്ലടാ, ക്ലിയർ അല്ലേ. ഇനി അടുത്ത ഭാഗം ഞാൻ പോയിന്റ് 2ന്റെ ഭാഗം കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം എനിക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും അതെന്താണ്, ഈ ഹോൾ എന്ന് പറയുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്ട് ഇല്ല. സോ അവിടുത്തെ പ്രഷർ എന്തായിരിക്കും, PO അല്ലടാ. ഇനി പ്ലസ് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ എടുക്കുവാണ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് M അല്ല കേട്ടോ, റോ ആണ്. ഓക്കെ, റോ V സ്ക്വയർ. ഇനി അടുത്തത് അവിടുത്തെ എന്താ പറയാ, ഈ പറയുന്ന യെസ് ഇവിടെയാണ് തെറ്റ് പറ്റിയത് ഗൈസ്. ദിസ് ഇസ് H2. ഓക്കെ അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, റോ GH2 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലടാ, ക്ലിയർ അല്ലേ, ഓൾ സെറ്റ് അല്ലേ, യെസ്. ഇനി ലെറ്റ്സ് സേ സപ്പോസ് നമ്മൾ ഇത് ഓപ്പൺ അല്ല, ഓക്കെ ഇത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അറ്റ്മോസ്ഫെറിക് പ്രഷർ ആയിരിക്കില്ല, ഇവിടെ ആയിരിക്കും എക്സ്റ്റേണൽ പ്രഷർ ആയിരിക്കും അല്ലേടാ, യെസ്. ഇനി എന്താ നമുക്ക് വേണ്ടത്, നമുക്ക് സ്പീഡ് ഓഫ് ഇഫ്ലക്സാ വേണ്ടത്. അതായത് ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ സ്പീഡ്, ദാറ്റ് മീൻസ് ഈ V സ്ക്വയറിൽ നിന്നും V നമുക്ക് കണ്ടെടുക്കണം. സോ P എക്സ്റ്റേണൽ പ്ലസ് റോ GH1 മൈനസ് P0 മൈനസ് റോ GH2, okay, which is equal to half into rho V square. അങ്ങനെയാണെങ്കിൽ P external minus P0 plus rho GH1 minus rho GH2. Okay അല്ലേ, rho GH1. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോടാ, ഈ H1 minus H2 ആണ് H എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു അഗൈൻ ഹാഫ് റോ V സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ P external minus P0 അഗൈൻ എഴുതി വെച്ചു, മൈനസ് P0 പ്ലസ് റോ H2 മൈനസ് H1 നമ്മൾ പറഞ്ഞു H ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ് H, which is equal to half rho V സ്ക്വയർ. ക്ലിയർ അല്ലടാ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ 2വിനെ ഞാൻ കോമൺ ആയിട്ട് ഇപ്പുറത്തേക്ക് എടുത്തു, റോയിനും ഇപ്പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ P എക്സ്റ്റേണൽ മൈനസ് PO, PO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫെറിക് പ്രഷർ ആണ്, പ്ലസ് റോ GH ഇതിന്റെ റൂട്ട് which is equal to V അല്ലേ, യെസ്. ഇനി നോക്കിക്കേ, ഞാൻ ഇനി ഇതിനെ ഒന്നും കൂടെ ഞാൻ മോഡിഫൈ ചെയ്തെടുക്കുവാണ് കേട്ടോ. മോഡിഫൈ ചെയ്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് ഈ റോയിനെ ഞാൻ ഈ ഉള്ളിലോട്ട് കൊടുക്കും. അതായത് 2 into P external minus P0 divided by rho plus 2 rho GH by rho. So this will be cancelled and we will get 2 into P external minus P0 divided by rho plus 2GH എന്ന് വരും. ക്ലിയർ അല്ലടാ, റൂട്ട് കേട്ടോ, റൂട്ട് ഇടാൻ മറക്കരുത്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, നമ്മുടെ വെലോസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് വെലോസിറ്റി കിട്ടി, അതായത് സ്പീഡ് ഓഫ് ഇഫ്ലക്സ് കിട്ടി. ഇനി ലെറ്റ്സ് സേ ഞാൻ ഇപ്പം പറഞ്ഞത് ക്ലോസ്ഡ് അല്ല,
ഇത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അഗൈൻ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും അറ്റ്മോസ്ഫിയറിക് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഈ രണ്ട് ടേം എന്തായിട്ട് പോകും 0 ആയിട്ട് പോകും. പിന്നെ അവിടെ ആര് മാത്രമേ ഉള്ളൂ √2gh മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് വെലോസിറ്റി. ആൻഡ് ദിസ് ഇസ് ടോക്കിംഗ് അബൌട്ട് ടോറിസെല്ലിസ് ലോ. അതായത് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി വീഴുമ്പോൾ അതിന്റെ വെലോസിറ്റി നമ്മൾ എന്താ പറയാ √2gh അല്ലേ, അതേ സെയിം തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് റിഫ്ലക്സിനും. Clear alle? The statement is the velocity of reflux of the liquid through an orifice is equal to the velocity which body would attain in free fall from the surface of the liquid to orifice. Next one is dynamic lift. അതായത് നമ്മൾ പറയുന്നത് നമുക്ക് എയറിന്റെ സ്ട്രീം ലൈൻസ് ഇങ്ങനെ ഒരുപാടുണ്ട് അല്ലെ. അപ്പം ഒരു ബോൾ സ്പിൻ ചെയ്യാതിരിക്കുവാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ ഈ നമ്മുടെ എന്താ പറയാ സ്ട്രീം ലൈൻസ് ഒക്കെ വരുമല്ലോ. ഇതാണ് എന്റെ കയ്യിലിരിക്കുന്ന ബോൾ. ഈ സ്ട്രീം ലൈൻസ് എല്ലാം നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന പോലെ ഒരേപോലെ എന്ത് ചെയ്യും, യെസ് അവിടെ നിന്ന് ഒരു ഡീവിയേഷൻ വരും. അതായത് ഈ ബോൾ ഇരിക്കുന്നോളം വരുമ്പോൾ അതിനൊരു ചെറിയ ഡീവിയേഷൻ വന്നിട്ട് അത് എഗെയിൻ സെയിം പാത്തിലൂടെ പോകും. അതേസമയം ഇത് സ്പിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്പിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള കംപ്ലീറ്റ് എയറിനെയും എന്ത് ചെയ്യും, ഈ എയർ സ്ട്രീം ലൈൻസിന് എന്ത് ചെയ്യും, അതെങ്ങനെ വലിച്ചെടുക്കും. ഓക്കെ അല്ലേ. സോ ഒരു സൈഡിൽ എന്തായിരിക്കും സ്ട്രീം ലൈൻസ് അടിങ്ങിയിരിക്കും, അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ അല്ലടാ, അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. അതായത് ഇങ്ങനെ ഈ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും സ്ട്രീം മീൻസ് ഇത് സ്പിൻ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഇത് ഇത്രയും സ്ട്രീം ലൈൻസിന് ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വലിച്ചെടുക്കും, അല്ലെങ്കിൽ വലിച്ചഴയ്ക്കാന്ന് പറയത്തില്ല, അതേപോലെ അങ്ങനെ ആക്കും. അപ്പം അതിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ എന്താ പറയാ ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്ന സമയത്ത് മാഗ്നസ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു അല്ലെ. യെസ്, അതുകൊണ്ടാണ് അതെന്താ പറയുന്നത്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പാത്തിലൂടെ പോകാതെ ഒരു ചെറിയ ഡീവിയേഷനോട് കൂടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. ഇനി അടുത്തത് ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ പ്ലെയിൻ പൊങ്ങുന്നതും. അതിന്റെ നമ്മളെ എന്താ പറയാ നമ്മുടെ എയ്റോപ്ലെയിന്റെ വിങ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ അല്ലെ. എയ്റോപ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ. ഓക്കെ, ഇതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ഈ കാണുന്നത്. അതിന്റെ ഷേപ്പ് നോക്കിക്കേ, ഈ ഒരു ഷേപ്പ് ആണ് എയറോഫോയിൽ ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മേൾ ഭാഗം കുറച്ചും കൂടി ഇങ്ങനെ ഉരുണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വളഞ്ഞിട്ടും താഴ്ഭാഗം എന്താണ്, യെസ് നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ പരന്നിട്ടുമായിരിക്കും. സോ ഈ ഒരു സ്ട്രക്ചർ കാരണമാണ് എന്താ പ്ലെയിനിന് ഈസി ആയിട്ട് പറക്കാനായിട്ട് മുകളിലോട്ട് ഇങ്ങനെ ഉയരാനായിട്ട് പറ്റുന്നത്. ഓക്കെ അല്ലെ. കാരണം എന്താണ്, മുകളിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെയും ഇതേ പറയുന്ന പോലെ തന്നെ ഈ സ്ട്രീം ലൈൻസിന് എന്ത് ചെയ്യും, വലിച്ചെടുക്കും. അപ്പം എന്താണ്, മുകളിൽ പ്രഷർ കൂടും, താഴത്തെ പ്രഷർ കുറയും. ഓക്കെ അല്ലെ. മുകളിലെ പ്രഷർ കൂടും, താഴത്തെ പ്രഷർ കുറയും. അതിനനുസരിച്ചിട്ട് ഈ പ്രഷർ ഇംബാലൻസ് വരുന്നതാണ് ഇതിന്റെ മൂവ്മെന്റ് മാറാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പ്രോപ്പർട്ടീസിലോട്ടൊക്കെ നമ്മൾ കടന്നു കേട്ടോ. വിസ്കോസിറ്റി ആണ് പറയുന്നത്. അതായത് നമ്മൾ എന്താ പറയാ നമ്മൾ പറയുമല്ലോ സോളിഡ്സിൽ നമ്മൾ പറയുന്ന ഫ്രിക്ഷൻ ഇല്ല, അതേപോലത്തെ ഒരു സംഭവമാണ്. അതായത് ഫ്ലൂയിഡിന്റെ മോഷനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ആൻ ഇന്റേണൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലയേഴ്സ്. ഓക്കെ, ലയേഴ്സ് തമ്മിൽ ഉണ്ടാകുന്ന ഇന്റേണൽ ഫ്രിക്ഷൻ ആണെന്ന് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. യെസ്, ഇനി നമുക്ക് നോക്കാം വിസ്കോസിറ്റിയുടെ എക്സ്പ്രഷൻ. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ, അതേപോലെ തന്നെ വെലോസിറ്റി ഗ്രേഡിയന്റ്, ഇതിനെ രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, യെസ് മൈനസ് ഈറ്റ a into dv by dz വരും. ആൻഡ് അതിൽ ഈറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ അല്ലേ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. സോ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ്സ് ആണ് പറയുന്നത്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് പാസ്കൽ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി ഡയമെൻഷൻ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ എന്താ പറയുന്നത്, അതായത് ഒരു ഫ്ലൂയിഡിലൂടെ ഒരു സോളിഡ് ഒബ്ജക്റ്റ് പോകുമ്പോൾ അതിന്റെ മോഷൻ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഡ്രാഗ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യും. സോ ആ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഷേപ്പ്, സൈസ്, സ്പീഡ്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ അല്ലേ. ഷേപ്പിനെയും സൈസിനെയും സ്പീഡിനെയും കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ എന്താ വരുന്നത്, സോറി നമ്മുടെ ഡ്രാഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്, -6 പൈ ഈറ്റ ആർ വി. എന്താണ് ഈറ്റ എന്ന് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ് ഈ ഒരു സോളിഡ് സ്ഫിയർ, ഇത് സോളിഡ് സ്ഫിയറിന്റെ കേസാണ് കേട്ടോ, സോളിഡ് സ്ഫിയറിന്റെ കേസാണ്. സോ ഈ സോളിഡ് സ്ഫിയറിന്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. ആൻഡ് വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദി സ്ഫിയർ. ഓക്കെ, എത്ര സ്പീഡിലാണോ സ്ഫിയർ പോകുന്നത്. മൈനസ് എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇതിന്റെ മോഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് ആണ്, അതിനാണ് മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ അല്ലേടാ. യെസ്, ഇനി അടുത്തതാണ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദ ഒബ്ജക്ട് അച്ചീവ്സ് ടെർമിനൽ വെലോസിറ്റി അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. കാരണം നമുക്കറിയാം മഴ പെയ്യുന്നുണ്ട് അല്ലെ, മഴ പെയ്യുന്നുണ്ട്. സോ ആ മഴ പെയ്യുന്നത് ഇത്രയും ദൂരം വരുവാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആക്സലറേറ്റ് ചെയ്ത് അതിന് നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേനും നമ്മൾ തകർക്കാനുള്ള അത്രയും ശക്തി അതിനുണ്ടാവും അല്ലെ. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. ദാറ്റ് മീൻസ് അത് ഏതോ ഒരു പോയിന്റിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നുണ്ട്. ആ
ആ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എപ്പോഴാണ്? അതിന്റെ ടെർമിനൽ വെലോസിറ്റിയിൽ റീച്ച് ചെയ്യുമ്പോഴാണ്. സോ ടെർമിനൽ വെലോസിറ്റിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. സോ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഫ്ലൂയിഡിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം താഴത്തോട്ട് വെയിറ്റ് mg ആക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് മുകളിലോട്ട് ആരൊക്കെ ആക്ട് ചെയ്യുവാടാ? യെസ്, ബോയൻസി ഫോഴ്സ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വിസ്കസ് ഫോഴ്സും ആക്ട് ചെയ്യും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? mg വിച്ച് ഇസ് ഈക്വൽ ടു fv പ്ലസ് fb എന്ന് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ അല്ലേ? അതിൽ നമ്മൾ എമ്മിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി എടുക്കുവാണ്. സോ എന്താ പറയുക, ഒരു സ്ഫിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, സ്ഫിയറിന്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതി എന്താണ്? ദിസ് ഇസ് mg ആൻഡ് ദിസ് ഇസ് fv ആൻഡ് ദിസ് ഇസ് fd. ഓക്കെ അല്ലേ? സോറി, ദിസ് ഇസ് fb, ദിസ് ഇസ് fv. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഇസ് ആ ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് കേട്ടോ. ഓക്കെ, റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന സ്ഫിയറിന്റെ ഡെൻസിറ്റി ആണ്. ആൻഡ് ഇവിടുത്തെ സിഗ്മ എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡിന്റെ ആണ്. ബോയൻസി ഫോഴ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാ. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഈ ഒരു വെലോസിറ്റിനെ നമ്മൾ പുറത്തേക്ക് എടുക്കണം. ബാക്കി എല്ലാത്തിനും നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് വെലോസിറ്റിനെ മാത്രം നിർത്തുന്നു. ആൻഡ് ഫൈനൽ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടും 2/9 r² g rho minus sigma divided by eta എന്ന് നമുക്ക് വാല്യൂ കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ അല്ലടാ? യെസ്. നെക്സ്റ്റ് വൺ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. എന്താണ് സർഫസ് ടെൻഷൻ? അതായത് നമ്മളൊരു ലിക്വിഡ് ഡ്രോപ്പ് ഇടുവാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അതൊരു സ്പെറിക്കൽ ഷേപ്പിൽ ഇങ്ങനെ അതിന്റെ ഒരു ടൈറ്റ് മെംബ്രെയിൻ കീപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ അല്ലേ? അതായത് ഇതിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആൻഡ് ഈ സർഫസ് എന്ത് ചെയ്യും? സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആയിട്ട് അങ്ങനെ നിൽക്കും. ആൻഡ് ഈ ഒരു സർഫസ് ടെൻഷൻ, അല്ലെങ്കിൽ നമുക്കറിയാം ഏതൊരു ലിക്വിഡ് ഡ്രോപ്പും എന്തുകൊണ്ടാണ് ഒരു എന്താ പറയാ ഒരു സ്പെറിക്കൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്? അതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ്. ആൻഡ് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിൽ നിന്ന്, അതായത് ഈ സർഫസിൽ നിന്നും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സർഫസ് ടെൻഷൻ. ആൻഡ് ആ സർഫസ് ടെൻഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? F/L. അതായത് യൂണിറ്റ് ലെങ്ത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സർഫസ് ടെൻഷൻ പറയുന്നത്. ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഇസ് നോൺ ആസ്, സോറി, യൂണിറ്റ് ലെങ്ത് ഇസ് നോൺ ആസ് എന്താണ്? സർഫസ് ടെൻഷൻ. ഇനി സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ഇന്റർഫേസ് ആൻഡ് ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് സർഫസ്. ഓക്കെ, എത്രത്തോളം അത് ഏരിയ ഉണ്ടോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ലെങ്ത്തിനും അത് കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് ദിസ് യൂണിറ്റ് വിൽ ബി ന്യൂട്ടൺ പെർ മീറ്റർ. അല്ലെ? ഫോഴ്സിന്റെ ന്യൂട്ടൺ ആണ്. ആൻഡ് ദാറ്റ് ഇസ്. ഇനി അടുത്തത് ഈ സർഫസ് ടെൻഷനെ തന്നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് വർക്ക് ഡൺ എഴുതാം. ഓക്കെ, സോ എങ്ങനെ എഴുതാൻ പറ്റും? വർക്ക് ഡൺ പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ അല്ല? വർക്ക് ഡൺ പെർ യൂണിറ്റ് ഏരിയ എന്ന് എഴുതാം. ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ which is equal, sorry, surface energy, change in surface energy which is equal to എന്താണ്? വർക്ക് ഡൺ ആണ്. ഓക്കെ, വർക്ക് ഡൺ which is equal to ഈ ഒരു ഇക്വേഷൻ നമ്മൾ പിന്നെയും യൂസ് ചെയ്യും കേട്ടോ. വർക്ക് ഡൺ is the change in surface energy. Okay, surface energy. Next one is pick the correct one. When the temperature of liquid increases its surface tension. Temperature increase ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? യെസ്, അതിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവും. അതായത് വെലോസിറ്റി ഇൻക്രീസ് ആയി, കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയി. കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ വിചാരിച്ച പോലെ എന്തുണ്ടാവില്ല? ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടാവില്ല. അല്ലെ? റാൻഡംലി മോളിക്യൂൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്ത് പിടിച്ചങ്ങനെ നടക്കായിരിക്കും. സോ ഡെഫിനറ്റ്ലി എന്താവും? ഈ സർഫസ് ടെൻഷൻ ഡിക്രീസ് ആവും. ക്ലിയർ? നെക്സ്റ്റ് വൺ ഇസ് ആംഗിൾ ഓഫ് കോൺടാക്ട്. എന്താണ് ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത്? യെസ്, ലിക്വിഡ് മെനിസ്കസും സോളിഡ് സർഫസും തമ്മിൽ വരയ്ക്കുന്ന ഒരു ആംഗിൾ, ഒരു ലൈനാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് at the point of contact and the solid surface inside the liquid is known as angle of contact. Okay അല്ലേ? ആൻഡ് നമ്മൾ ഈ വരയ്ക്കുന്ന ഈ ടാൻജന്റ് എന്ന് പറയുന്നത് it should be to the solid surface, should be towards the liquid surface. ഓക്കെ അല്ലെ? ആ ലിക്വിഡ് ഇരിക്കുന്ന സർഫസും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നമ്മൾ ഇതാക്കാനായിട്ട്. ആൻഡ് നമ്മൾ ഈ ടാൻജന്റ് വരയ്ക്കുന്ന സമയത്ത് എന്തായിരിക്കണം? യെസ്, ഇറ്റ് ഷുഡ് ബി എവേ ഫ്രം ദി നിയറസ്റ്റ് സോളിഡ് സർഫസ്. അതായത് ഇത് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് സോളിഡ് സർഫസിൽ നിന്നും എഗെയിൻസ്റ്റ് ആയിരിക്കണം നമ്മൾ വരയ്ക്കും. ഇനി ഒരു കോൺകേവ് മെനിസ്കസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോൺടാക്ട് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി an acute angle. ഓക്കെ അല്ലേ? ഇനി പ്യുവർ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇറ്റ് ഇസ് അബൌട്ട് 90 ഡിഗ്രി. നെക്സ്റ്റ് വൺ ഇസ് കോൺടാക്ട് ആംഗിൾ. കോൺവെക്സ് മെനിസ്കസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഒബ്റ്റ്യൂസ് ആംഗിൾ. അതായത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അതിന് എക്സാമ്പിൾ ആണ് മെർക്കുറി. മെർക്കുറിയുടെ എപ്പോഴും കോൺകേവ് ആയിട്ടായിരിക്കും അതിന്റെ മെനിസ്കസ് വരുന്നത്. ക്ലിയർ അല്ലേടാ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ഡ്രോപ്സ് ആൻഡ് ബബിൾ. ആദ്യം തന്നെ ഡ്രോപ്പ് എന്താണ്, ബബിൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലും ലിക്വിഡ്. ഓക്കെ, പുറത്ത് ഇതിന്റെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതും ലിക്വിഡ് ആൻഡ് പുറത്ത് എയർ. സോ ദാറ്റ് മീൻസ് ഇവിടെ ഒരു ഫ്രീ സർഫസ്, ഒരൊറ്റ ഫ്രീ സർഫസേ ഉള്ളൂ. ദിസ് ഇസ് ഡ്രോപ്പ്.
ആൻഡ് വാട്ട് ഇസ് എ ബബിൾ? ബബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് എയർ ആൻഡ് ദിസ് ഇസ് ലിക്വിഡ് അല്ലെ. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ആ ബബിളിന്റെ ബബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ലിക്വിഡ് ആൻഡ് ദിസ് ഇസ് എയർ. സോ ഇവിടെ രണ്ട് ഇന്റർഫേസ്, എയർ ലിക്വിഡ്, ലിക്വിഡ് എയർ, രണ്ട് ഫ്രീ സ്പേസസ് വരുന്നുണ്ട്. അതാണ് മേജർ ആയിട്ട് ഡ്രോപ്പും ബബിളും തമ്മിലുള്ള ഡിഫറൻസ്. സോ അങ്ങനെയാണെങ്കിൽ എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. സോ ഇൻസൈഡ് പ്രഷർ പി ഐ ആയിട്ടും ഇത് ഔട്ട്സൈഡ് പ്രഷർ പി ഒ ആയിട്ടും ഞാൻ റെപ്രസെന്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PI is greater than PO. So definitely നമുക്കറിയാം, അതായത് ഇൻസൈഡ് പ്രഷർ കൂടുതലാണ് ഔട്ട്സൈഡിനെക്കാട്ടിലും എങ്കിൽ ഇതിനെന്ത് ചെയ്യും? യെസ്, കുറച്ച് ഏരിയ കൂടുതൽ വരും അല്ലെ, കുറച്ച് ഇതിന്റെ ഓവറോൾ വോളിയം കുറച്ച് ഇൻക്രീസ് ആവും അല്ലേടാ. സോ ഇപ്പം ഇതിന്റെ റേഡിയസ് 6 ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ആയി കഴിഞ്ഞപ്പോൾ, ഓക്കെ, ഇൻക്രീസ് ആയി കഴിഞ്ഞപ്പം ഇതിന്റെ റേഡിയസ് എന്തായി? ഒരു ഡെൽറ്റ ആറും കൂടെ കൂടി, ഓക്കെ അല്ലെ, ഒരു ഡെൽറ്റ ആറും കൂടെ, അതായത് ദിസ് വൺ ഇസ് ഡെൽറ്റ ആർ. ക്ലിയർ അല്ലേ? ദിസ് വൺ ഇസ് ഡെൽറ്റ ആർ. ഓക്കെ, യെസ്, സെറ്റ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടങ്ങുവാണ്. നമുക്ക് ഇവിടെ വന്ന വർക്ക് ഡൺ, ഓക്കെ അല്ലെ, വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം എഫ് ഇൻറ്റു ഡെൽറ്റ ആർ, ഓക്കെ അല്ലെ. എഫിന് പകരം എനിക്ക് എന്ത് എഴുതാടാ? പി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ അല്ലേ. സോ പി ഇൻറ്റു എ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് അല്ലേ. സോ ഇവിടെ ഏരിയയിൽ ചേഞ്ച് ഉണ്ടായില്ലേ. സോ എനിക്ക് പറയാൻ പറ്റും, മീൻസ് ഇവിടെ പ്രഷറിൽ ചേഞ്ച് ഉണ്ടാവില്ലേ. സോ എനിക്ക് പറയാൻ പറ്റും ഡെൽറ്റ പി ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ ആർ. ക്ലിയർ അല്ലേടാ? ഡെൽറ്റ പി ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ ആർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയക്ക് ഞാൻ കൊടുക്കുവാണ്, അതായത് ഇപ്പമുള്ള ഏരിയ, ഓക്കെ, ഇപ്പമുള്ള ഏരിയ എന്താണ്? 4πr² ആയിരിക്കും. സോ ദാറ്റ് ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് കിട്ടി. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഇക്വേഷനിലോട്ട് പോവാണ്. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ? യെസ്, ചേഞ്ച് ഇൻ സർഫസ് എനർജി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സർഫസ് എനർജി ഇൻടു എന്താണ്? യെസ്, ഏരിയ എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ഇൻടു ഏരിയ എന്ന് പറയാനായിട്ട് പറ്റും അല്ലടാ. അതായത് നമ്മൾ പറഞ്ഞിരുന്നു എസ് ഇൻടു എഫ് മൈനസ് എ ഐ ആണ്, ഓക്കെ അല്ലെ. ദിസ് ഇസ് സർഫസ് എനർജി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സർഫസ് എനർജിക്ക് ഈക്വലാ. സോ സർഫസ് ടെൻഷൻ ഇൻടു ഈ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, എസ് ഇൻടു ഡെൽറ്റ എ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതിന്റെ ഏരിയ എന്തായിരുന്നു? ഇപ്പോഴത്തെ ഏരിയ ആണ് 4πr² അല്ലെ. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്തതിനു ശേഷമുള്ള ഏരിയ എന്തായിരിക്കും? 4πr പ്ലസ് ഡെൽറ്റ ആർ ദ ഹോൾ സ്ക്വയർ അല്ലേടാ. മൈനസ് 4πr² ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എ കിട്ടും. നമുക്കൊന്ന് നോക്കി നോക്കാം. എസ് ഇൻറ്റു 4πr² പ്ലസ് 2r ഡെൽറ്റ ആർ പ്ലസ് ഡെൽറ്റ ആർ സ്ക്വയർ മൈനസ് 4πr². നോക്കി നോക്കാം. എസ് ഇൻറ്റു 4πr² പ്ലസ് 8πr ഡെൽറ്റ ആർ പ്ലസ് 4π ഡെൽറ്റ ആർ സ്ക്വയർ മൈനസ് 4πr². ഓക്കെ, സോ ഇതും പോയി. അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് ഈ ചെറിയൊരു ഡിസ്റ്റൻസ് അല്ലേ, അതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. സോ ഈ ഒരു ടേമും പോയി. ഫൈനലി നമുക്ക് കിട്ടിയ എസ് ഇസ് ഈക്വൽ ടു 8πr ഡെൽറ്റ ആർ, സോറി എസ് അല്ല, വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു 8πr ഡെൽറ്റ ആർ എന്ന് കിട്ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്വേഷൻ നമ്പർ 1നും 2നും ഞാൻ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും ഡെൽറ്റ പി 4πr² ഡെൽറ്റ ആർ വിച്ച് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു 8πr ഡെൽറ്റ ആർ. ഡെൽറ്റ ആറും ഡെൽറ്റ ആറും പോയി, ആർ സ്ക്വയറും ആറും പോയി, ആൻഡ് പൈ പോയി, ആൻഡ് ഇവിടത്തേന് പകരം ഇവിടെ 2 വരും. സോ ഹിയർ ഇറ്റ് ഇസ് ജസ്റ്റ് 2s and here it is p in delta p into r. So അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ എക്സസ് പ്രഷർ വിൽ ബി ഈക്വൽ ടു 2s by r. ഇനി ബബിൾ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഇന്റർഫേസ് വരുന്നത് കൊണ്ട് ബബിളിന്റെ എങ്ങനെ വരാം? 4s by r എന്ന് വരും. ക്ലിയർ അല്ലടാ. ഇനി കാപ്പിലറി റൈസ് അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇവിടെ ഒരു ലിക്വിഡ് മെനിസ്കസ് ഉണ്ട് അല്ലെ, ലിക്വിഡ് മെനിസ്കസ് ഉണ്ട്. അതൊരു കോൺകേവ് ഷേപ്പിലാണ്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും P1 ഓക്കെ മൈനസ് PO വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? അല്ലെങ്കിൽ P0 which is equal to 2s by r അല്ലെ. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു മെനിസ്കസ് ഉണ്ടല്ലോ, ഈ ഒരു മെനിസ്കസിനെ നമ്മൾ ഒരു ഡ്രോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് ആണ്, ഓക്കെ അല്ലെ. ഈ സ്മോൾ ലെറ്റർ r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? സോ P1 which is equal to P0 plus 2s by r എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഓൾസോ നമുക്കൊരു ഇക്വേഷനും കൂടെ അറിയാം, PO which is equal to, okay, PO which is equal to P1 plus H rho g അല്ലേ. P1 plus H rho g എന്നുള്ളൊരു ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ P1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? ഇത് PO P0 തെറ്റി പോകട്ടെങ്കിൽ, ഓക്കെ. സോ P0 plus 2s by r
പ്ലസ് എച്ച് റോ ജി എന്ന് വരും. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? സോറി, P0 ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ P1 എന്ന് പറയുന്നത് ഓക്കെ അല്ലേ? P1ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. ഇവിടെ P1 ഓക്കെ, എടാ അത് PO മൈനസ് P1 ആണ് കേട്ടോ. അപ്പം ഇവിടേക്ക് വരും, അല്ല കറക്റ്റ് ആണല്ലോ. ഓക്കെ, കറക്റ്റ് ആണ്. PO മൈനസ് 2s/r വരും. ഓക്കെ അല്ലേ? P1 എന്ന് പറയുന്നത് P0 മൈനസ് 2sr വരും. ഓക്കെ അല്ലടാ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ P1ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. PO മൈനസ് 2s/r പ്ലസ് എച്ച് റോ ജി. ഓക്കെ അല്ലെ? എച്ച് റോ ജി. അപ്പൊ ഞാനിവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പിഒയും പോയിക്കോളാം അല്ലെ? ക്യാൻസൽ ആയി പോയിക്കോളാം അല്ലെ? P0നെ ഈ പിഒനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. എനിക്ക് കിട്ടും 2s/r which is equal to h rho g എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് എനിക്ക് എച്ചിന്റെ ഇക്വേഷൻ കിട്ടും. h is equal to 2s/r rho g എന്ന് കിട്ടും. പക്ഷെ എനിക്ക് ഈ ഇക്വേഷൻ അല്ല വേണ്ടത്. എനിക്ക് ഈ ഒരു റേഡിയസ്, അതായത് ഇതൊരു ഡ്രോപ്പ് ആണെന്ന്, ഇതൊരു മെനിസ്കസ് അല്ലെ, ഇതിനൊരു ഡ്രോപ്പ് ആയി കൺസിഡർ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു ആറ് കിട്ടിയത്. സോ എനിക്ക് ഈ ആറ് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ട്യൂബിന്റെ റേഡിയസ് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ എനിക്ക് എന്താ വേണ്ടത്? ആ ടേമിൽ, അതായത് ആ ട്യൂബിന്റെ റേഡിയസിന്റെ ടേമിൽ വേണം എനിക്ക് കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ കിട്ടാനായിട്ട്. സോ ഫോർ ദാറ്റ് പർപ്പസ് ഞാൻ ഇതൊന്ന് വലുതാക്കി വരയ്ക്കുവാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ മെനിസ്കസ് വരുന്നത് അല്ലെ? മെനിസ്കസ് വരുന്നത്. സോ ദിസ് ഈസ് അവർ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അല്ലെ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. ക്ലിയർ അല്ലടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഈ ഒരു റേഡിയസ്, അതായത് ഈ ഒരു ഇതിനെ നമ്മളൊരു ഡ്രോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഓക്കെ, റേഡിയസ് എന്ന് പറയുന്ന R. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ കമ്പോണൻസ് ആക്കി കേട്ടോ. ഇതിനെ ഞാൻ കമ്പോണൻസ് ആക്കിയപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടി? യെസ്, എനിക്ക് കിട്ടിയത് ഈ ഒരു ടേമിന് എനിക്ക് r cos θ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇഫ് ദിസ് ഇസ് തീറ്റ, ദിസ് വിൽ ബി ഓൾസോ തീറ്റ. അത് മനസ്സിലാവാത്തവര് നമ്മുടെ ലോങ് ലെക്ചർ കാണാം കേട്ടോ. സോ ദിസ് ഇസ് r cos θ എന്ന് കിട്ടി. ആൻഡ് ദിസ് r മീൻസ് വാട്ട്? യെസ്, അതായത് ഈ ഒരു ഇതിന്റെ റേഡിയസ് അല്ലേ ഈ r എന്ന് പറയുന്നത് അല്ലെ? ഈ r which is equal to r cos θ എന്ന് എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ R will be equal to cos θ divided by r എന്ന് വരും അല്ലെ? സ്മോൾ ലെറ്റർ ആർ എന്ന്, സോറി ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ r ബൈ കോസ് തീറ്റ കേട്ടോ. r ബൈ കോസ് തീറ്റ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എനിക്ക് h is equal to എന്ത് കിട്ടി? 2s divided by r rho g എന്നുള്ള ഇക്വേഷൻ കിട്ടിയില്ലേ? അവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2s divided by r by cos theta into rho g എന്ന് എഴുതുവാണ്. സോ ദിസ് വിൽ ഗിവ് എന്താ തരിക? h is equal to 2s cos theta divided by r rho g. This is the capillary rise equation. ക്ലിയർ അല്ലടാ? സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ളതാണ്. സോ ഈ ചാപ്റ്ററിലെ ഡെറിവേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെടാ. അതുകൊണ്ട് ആരും പഠിക്കാനായിട്ട് മറക്കരുത്, ഒരു ഡെറിവേഷൻ പോലും മിസ് ചെയ്യരുത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ മിസ്, എനിക്ക് ഒരു ഡെറിവേഷൻ സെപ്പറേറ്റ് വേണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് ഈ ഡെറിവേഷൻസ് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം, ക്രിസ്മസ് എക്സാമിന് എനിക്ക് മാർക്ക് കിട്ടാൻ മിസ് എനിക്ക് ഇത് വേണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഓപ്പൺ ആയിട്ട് പറയാം. ഞങ്ങൾ നിങ്ങൾക്കുള്ള അടിപൊളിയായിട്ടുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ടെലഗ്രാമിലും വരുന്നതായിരിക്കും. സോ സംശയങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ആകുലതകൾ പ്രകടിപ്പിക്കുക, തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് വരുന്നതായിരിക്കും. സോ മക്കളേടാ, സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.